ഇന്നത്തെ തുടക്കം ഐശ്വര്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വേണമെങ്കിൽ ഒരു ഭജൻ. ഓക്കെ, അഷ്ടപതി, ഒരു അഷ്ടപതി. പ്രവിശരാധേ പ്രവിശരാധേ മാധവ സമീപം കുരുമുരാരേ മംഗളശതാനിയോ പ്രവിശരാധേ മാധവ സമീപം കുരുമുരാരേ മംഗളശതാനിയോ മഞ്ജുതര കുഞ്ചതല കേളി സദനേ മഞ്ജുതര കുഞ്ചതല കേളി സദനേ ഇഹ പ്രവിശരാധേ മാധവ സമീപം കുരുമുരാരേ മംഗളശതാനിയോ മഞ്ജുതര കുഞ്ചതല കേളി സദനേ വിലസരസിരവസ ആസീത വദനേ മഞ്ജുതര കുഞ്ചതല കേളി സദനേ ഇഹ പ്രവിശരാധേ രാധേ. അസാധ്യമായിരിക്കും. എന്തൊരു മൂഡാണ്, എന്തൊരു അറ്റ്മോസ്ഫിയറാണ് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കോരിത്തരിച്ചു കാണും. രണ്ട് കാര്യമാണ്, മനോഹരമായ ഒരു ഗാനം മാത്രവുമല്ല അമ്മായി അമ്മയും ആയിട്ടൊരു പാട്ട്. ഇതൊരു മാതൃകയാവട്ടെ എല്ലാവർക്കും. ഇത് ഗുരുനാഥന്റെ സംഗീതാണ്. എൻ്റെ കെ കുഞ്ഞിരാം മാഷ് സംഗീതാണിത്. അത് ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷേട്ടന്റെ സിസ്റ്റർ ഹസ്ബൻഡാണ് കുഞ്ഞിരാം ഭാഗവതർ. അമ്മ ഒത്തിരി പാട്ട് ഭജൻസ്, ഒരുപാട് അഷ്ടപദീസും ഭജൻസും ഒക്കെ ഒരുപാട് പാടി. കുറച്ചൊക്കെ എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തരും, ഞാൻ പഠിച്ചു പാടാൻ വേണ്ടിയിട്ട്. ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് ഭക്ഷണം കൊടുത്തു, പിന്നെ കാറിൽ കയറിയപ്പോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്താണത്? ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അന്ന് ഞാൻ വീട്ടിൽ ഇല്ല കേട്ടോ, ഞാൻ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പെയാണ് ARല് ഷൂട്ടിന് എന്തിനു വേണ്ടി പോയത്, റെക്കോർഡിങ്ങിന് പോയപ്പം ഇങ്ങനെ ഗുണ്ടച്ചോറ് എനിക്ക് പിടിക്കാതെന്ന് പറഞ്ഞിട്ട് സാർ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ എന്താ ഏർപ്പാട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ പച്ചരിച്ചോറ്, അവർക്ക് തൈര്, രസം, അങ്ങനത്തെ ഒക്കെയാണ് വേണ്ടത്. സാർ 2 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും വെജിറ്റേറിയൻസ് ആണോ അതോ? അല്ല, അയ്യോ വെജിറ്റേറിയൻസ് ഒന്നും അല്ല സാർ. ഇവർക്ക് അമ്മയും ഞാനും ഞങ്ങളൊന്നും അങ്ങനെ റെഡ് മീറ്റ് ഒന്നും കഴിക്കാറില്ല. പക്ഷെ ഇവർക്കൊക്കെ പ്രേമിനും ബ്രദേഴ്സിനൊക്കെ അവർക്കൊക്കെ വേണം, നിർബന്ധമാണ്. അപ്പൊ ഈ സാറിന് ഇത് പിന്നെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. അതെ അതെ. ഞങ്ങള് കണ്ണൂരിന്ന് വേറൊരു അനുഭവം ഉണ്ടായി. കണ്ണൂര് അന്ന് ഞാനും അമ്മയുണ്ടായിരുന്നു. അന്ന് ദക്ഷിണാമൂർത്തി സാറാണ് അത് മ്യൂസിക് അന്ന് നമുക്ക്. അങ്ങനെ സാറ് ഇതേപോലെ തന്നെ അവിടെ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോന്റെ ഫുഡ് അവിടെ വലിയ റൈസ് ആണല്ലോ കിട്ടുക. അപ്പം സാറ് അന്നും ഇതേപോലെ തന്നെ എനിക്ക് എവിടുന്ന് പച്ചരി ചോറ് കഴിക്കാൻ പറ്റുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അന്ന് പ്രേമ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് സാറിനെയും കൂട്ടിട്ട് പോവാം, അവിടെ കാറിൽ പോയിട്ട് നമുക്ക് എവിടെയാ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രേമ എപ്പോഴും ഇംഗ്ലീഷ് പാട്ടുകളാണ് എപ്പോഴും അതിന്റെ ഒരു ആരാധകനാണ്. ഇത് കാറില് ചെറിയ വോളിയത്തിലൊന്നല്ല അന്നൊന്നും പാട്ട്, നല്ല വോളിയത്തിലാണ് പാട്ട്. ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞങ്ങളന്ന് കേറിയിരുന്നു സ്റ്റാർട്ട് ആക്കിയപ്പോ തന്നെ ഇതാണ് പാട്ട്, ഇതങ്ങ് വന്നു. ഇതങ്ങ് വന്നപ്പോ സാറ് ഫ്രണ്ടിലാണ്, ദക്ഷിണാമൂർത്തി സാറ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ഞാനും അമ്മയും പുറകിലാണ് ഇരിക്കുന്നത്. ഒക്കെയാണ് വന്നത്. അമ്മ ആകെ, അമ്മയ്ക്ക് പേടി, അമ്മയ്ക്ക് പറയാനും വയ്യല്ലോ. അമ്മ അവസാനം അമ്മ മെല്ലെ ഇങ്ങനെ ഇതായിട്ട് പ്രേമിന്റെ അടുത്ത് പറഞ്ഞു,
അയ്യോ ഇത് ഓഫ് ചെയ്യെന്ന് പറഞ്ഞു. അപ്പൊ അത് സാറ് കേട്ടു, ദക്ഷിണാമൂർത്തി സാറ് കേട്ടു അല്ലേ. അപ്പം സാറ് പറഞ്ഞു അത് സാരില്ല, അതും പാട്ടുതാണ്, അതൊക്കെ പറവല്ലേ. അവൻ പറഞ്ഞു ആ പാട്ട് ഓഫ് ചെയ്യരുത്, അത് ഞാൻ ആസ്വദിക്കുന്നതാണ്, അത് അങ്ങനെ നമുക്ക് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു പാട്ടൂടെ കേൾക്കാൻ ആഗ്രഹം, ഒരു ഭജൻ, രണ്ടുപേരും കൂടെ. ഓക്കെ. രാമ ഭജന ജഗത്സാ, ശ്രീരാമ ഭജന ജഗത്സാ, ശ്രീരാമ ഭജന ജഗത്സാ, ശ്രീരാമ ഭജന ജഗത്സാ. बड़े बड़े पृथ्वी के राजा, बड़े बड़े पृथ्वी के राजा, छोड़ गए दरबार, राम भजन जगसा, श्रीराम भजन जगसा, श्रीराम भजन जगसा. ഇതുപോലെ ഒരുപാട് അറിയാല്ലേ? ഒത്തിരി പാട്ട് തുളസിദാസ്, കബീർദാസ്, സൂർദാസ് എല്ലാം. ഇതൊക്കെ ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ളതാണോ അതോ അത് മാഷ് ട്യൂൺ ചെയ്യുന്നതാണ്? ട്യൂൺ ചെയ്യുന്നത് അല്ല, ഇതിന് ആരെങ്കിലും പാടി ഇറക്കിയിട്ടുണ്ടോ ഈ പാട്ട്? ഇല്ല, ഞങ്ങൾ അതാണ് അടുത്തത്. എനിക്കൊരു 4-5 പാട്ട് തരൂ പാടി ഇറക്കാൻ. ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ.